രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. അതായത് ഹിന്ദുക്കള് നേരിടുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. പലപ്പോഴും പലർക്കും കൃത്യമായ ഒരു ഉത്തരവും കൊടുക്കാൻ കഴിയാതെ വിഷമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത്? അവിടെ ഇരിക്കുന്ന കല്ലിനെ എന്തിനാണ് പൂജിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് മനുഷ്യനെ കൊല്ലുന്ന സർപ്പത്തെ പൂജിക്കുന്നത്? പിന്നെ മാടൻ, മറുത, യക്ഷി, ഭൂതം, ഇതിനെയൊക്കെ നിങ്ങൾ എന്തിനാണ് പൂജിക്കുന്നത്? ഇത് എന്നോട് ചോദിച്ചിട്ടുള്ളത് മറ്റ് സമുദായത്തിൽപ്പെട്ടവരാണ്. പക്ഷെ അവരൊരിക്കലും ഒരു ദുരർത്ഥത്തിലല്ല, എൻ്റെ സ്റ്റുഡൻസാണ്. അവർ സ്നേഹം കൊണ്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, സാറേ ഒരു സംശയം ചോദിച്ചോട്ടെ സാറേ. അപ്പോൾ അവർക്ക് അവരുടെ അടുത്ത് പലരും പറഞ്ഞു കൊടുക്കുന്നതാണ്. പല മതങ്ങൾക്കും മതപഠനവും അതും ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരെന്നോട് വന്ന് ചോദിക്കുന്നതാണ്, സാറേ ഇങ്ങനെ കല്ലിനെ പൂജിക്കുന്നു, അപ്പോൾ അതിനകത്ത് ശക്തി ഉണ്ടോ സാറേ? പിന്നെ ഈ പാമ്പിനെയൊക്കെ പൂജിക്കുന്നു, സാർ ഈ രംഗത്ത് നിൽക്കുന്നത് കൊണ്ടൊരു ഉത്തരം കിട്ടുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഇങ്ങനെ എൻ്റെ സ്റ്റുഡൻസ് അവർ വളരെ നിഷ്കളങ്കമായിട്ടാണ് എന്നോട് വന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യമാണ്, കേട്ടുകൊള്ളുക. ഇനി മുതൽ നിങ്ങൾക്ക് തല നിവർത്തി പിടിച്ചു നിന്ന് മറുപടി പറയാം. ഇതിൻ്റെ അവസാനം വരെ നിങ്ങൾ കേൾക്കണം, ശ്രദ്ധിച്ചു കേട്ടോളണം. എന്തിനാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത് പറയാം. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ക്ഷേത്രത്തിൽ പോകുന്നത് കൊണ്ട് വലിയ ഗുണമുണ്ട്, ഞാൻ പറയാം. അതായത് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനം നിർമാല്യമാണ്. പലപ്പോഴും ജന്മാന്തര പാപങ്ങൾ എരിഞ്ഞു തീരുന്നതിന് നമ്മൾ പറയുന്നത് നിർമാല്യ ദർശനം നടത്താനാണ്. അതായത് രാവിലെ, ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലാണെങ്കിൽ അത് 3 മണിക്കാണ്. രാവിലെ വെളുപ്പിനെ രാവിലെ പൂജാരി വന്ന് നട തുറക്കുന്ന ആ സമയത്ത് നമ്മൾ ക്ഷേത്രത്തിലുണ്ടെങ്കിൽ നമ്മൾ നിർമാല്യ ദർശനം കണ്ടു.
പിന്നെ ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ ഡ്രസ്സുകളൊക്കെ മാറ്റി കുളിപ്പിച്ച് വസ്ത്രം ധരിച്ച് ആരതി ഒഴിയുന്ന അത്രയും സമയം നിർമാല്യമാകുന്നു. എന്തുകൊണ്ടാണ് നിർമാല്യമാണ് ഏറ്റവും വലുത് എന്ന് പറയുന്നതിൻ്റെ കാരണം പറഞ്ഞു തരാം, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. നമ്മളുടെ എല്ലാ ക്ഷേത്രങ്ങളുടെയും ആകൃതി എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ വെച്ചൂത്തി കണക്കാണ്. നമ്മൾ ഈ വെച്ചൂത്തിയൊക്കെ ഒരു കുപ്പിക്കകത്ത് വെച്ച് എണ്ണയോ മണ്ണെണ്ണയോ ഒക്കെ ഒഴിക്കുമല്ലോ, അതുപോലാണ്. അപ്പോൾ സൂര്യൻ്റെ രശ്മികൾ ഇതിനകത്തുകൂടി അരിച്ച് താഴേക്ക് ഇറങ്ങും. പ്രധാനപ്പെട്ട പല ഹിന്ദു ക്ഷേത്രങ്ങളിലും ഇരിക്കുന്നത് സാളഗ്രാമമാണ്, അല്ലാതെ സാധാരണ റോട്ടിൽ കിടക്കുന്ന കല്ലല്ല. ഈ സാളഗ്രാമത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. സൂര്യനിൽ നിന്ന് വരുന്ന രശ്മികളിൽ അൾട്രാവയലറ്റ് രശ്മികളും മറ്റു പല രശ്മികളും കലർന്നിരിക്കും. അതിനെയൊക്കെ അരിച്ചു മാറ്റി ആ പോസിറ്റീവായിട്ടുള്ള ആ റേസിനെ മാത്രം അബ്സോർബ് ചെയ്യും. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സാളഗ്രാമത്തിൽ ഇതൊക്കെ അബ്സോർബ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ കഴിവുള്ളത് പാല്, മനസ്സിലല്ലേ? പാല്, തൈര്, നെയ്യ്, ഇളനീര്, ഇതിനൊക്കെ ഭയങ്കരമായ ഒരു പവറുണ്ട് അബ്സോർബ് ചെയ്യാൻ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ കല്ലിനകത്ത് പാലും പിന്നെ തൈരും നെയ്യും ഒക്കെ ഒഴിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ റൈസിനെ അബ്സോർബ് ചെയ്യാനാണ്. അപ്പോൾ പകല് മുഴുവനും ഈ റൈസ് സ്വീകരിക്കുകയും രാത്രിയാകുമ്പോൾ തൃപ്പുക നടത്തിയാണ് അടയ്ക്കുന്നത്. അതിനകത്ത് നവധാന്യങ്ങൾ വരെ ഉണ്ട്. നമ്മുടെ ശരീരത്തിനൊക്കെ വണ്ണം വെക്കാനൊക്കെ ഉപയോഗിക്കുന്നതും നല്ല ഒരു ഹെൽത്ത് ഇതാണ് ഏതെന്ന് പറയുന്നത് നവധാന്യം. ഇതെല്ലാം കൂടി ഇട്ട് പുകച്ചിട്ടാണ് ഈ ക്ഷേത്രം നമ്മൾ രാത്രി അടയ്ക്കുന്നത്. ഈ സൂര്യരശ്മി വരുന്നത് പോലെ ചന്ദ്രന്റെ രശ്മികളും രാത്രിയാകുമ്പോൾ ഈ വെച്ചൂത്തിയുടെ ആകൃതിയുള്ള ക്ഷേത്രത്തിലൂടെ ഈ ബിംബത്തിലേക്ക് പതിക്കും. അപ്പോൾ പകൽ സമയത്ത് സൂര്യന്റെ പോസിറ്റീവ് എനർജി തൃപ്പുക, രാത്രി സമയത്ത് ചന്ദ്രന്റെ എനർജി, ഇതെല്ലാം കൂടെ ചേർന്ന് ഈ എനർജികൾ പതച്ചു പൊങ്ങി വരും. രാവിലെ വന്ന് നട തുറക്കുമ്പോൾ നമ്മളെ പാല് തിളച്ചു തൂകുന്നത് പോലെ ഈ എനർജി പുറത്തേക്ക് പ്രവഹിക്കും. പക്ഷെ ഈ എനർജിക്കൊരു ചെറിയൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വസ്ത്രം പെനട്രേറ്റ് ചെയ്യാൻ, വസ്ത്രം തുളയ്ക്കാനുള്ള കഴിവില്ല. അതുകൊണ്ടാണ് മഹാക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ, നമ്മൾ ഗുരുവായൂർ പോലുള്ള ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഷർട്ട് ഊരണമെന്ന് പറയുന്നത്. സ്ത്രീകൾ ചുരിദാർ ധരിക്കരുത്, കാരണം ദേഹം മുഴുവൻ മൂടിയാണ് പോകുന്നത്. അല്പ സ്പേസ് ഉള്ള ഹാഫ് സാരി ഗുരുവായൂർ അമ്പലത്തിൽ നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ അറിഞ്ഞിട്ടാണോ അല്ലയോ മിക്ക സ്ത്രീകളും അവിടെ ഈ ഹാഫ് സാരിയോ അല്ലെങ്കിൽ കസവും മുണ്ടും വേഷ്ടിയോ, കാരണം ഓപ്പൺ സ്പേസ് ഉണ്ട്, അങ്ങനെയാണ് അവരവിടെ വരുന്നത്. നമ്മൾ പരിഷ്കാരം തേടി ശങ്കരാചാര്യ സ്വാമികളൊക്കെ ഏർപ്പെടുത്തിയ കാര്യങ്ങൾ ലംഘിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് അമ്പലത്തിൽ നിർമാല്യം തൊഴണം എന്ന് നമ്മൾ പറയുന്നത്. അതോടുകൂടി നമ്മുടെ ശരീരത്തിലേക്ക് ഈ എനർജി വരികയും സെൽ ഡീക്കേയിങ് തടയുകയും ചെയ്യും. നമ്മുടെ സംഗീതജ്ഞനായ ദക്ഷിണാമൂർത്തി പിന്നെ വൈക്കത്തപ്പൻ്റെ അവിടെ 1000-ൽ കൂടുതൽ നിർമാല്യം, എത്രയാണെന്ന് അറിയില്ല, എന്നും രാവിലെ പോയി തൊഴുമായിരുന്നു. ആ 90-ാം വയസ്സിലും അദ്ദേഹം എവിടെയും കിടന്നില്ല. അദ്ദേഹത്തിന് എന്തൊരാരോഗ്യമായിരുന്നു. പിന്നെ എന്നോട് ചോദിച്ചതാണ്, സാറേ ദീപാരാധന സമയം നിങ്ങൾ എന്തിനാ സാറേ ഇങ്ങനെ മണിയടിക്കുകയും ബഹളവും വെക്കുകയും ചങ്കൂതിയും ഒക്കെ ചെയ്യുന്നത്? കുറേ നേരം കഥകടച്ച് പൂജാരി അതിനകത്ത് വിയർത്തിരിക്കും. ഇതെന്തിനാണ് ഈ ദീപാരാധന നടത്തുന്നത്? അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. എന്തിനാണ് നമ്മൾ ദീപാരാധന നടത്തുന്നതെന്ന് അറിയാമോ? ശ്രദ്ധിച്ചു കേട്ടോളണം. നമുക്ക് തീരെ ഇല്ലാത്ത ഒന്നാണ് കോൺസെൻട്രേഷൻ. എൻ്റെ ഈ ചാനൽ കേൾക്കുന്ന പലരും സഹസ്രനാമങ്ങൾ എടുത്തു വച്ച് ചൊല്ലുമ്പോൾ കുറച്ചു വരികൾ കഴിയുമ്പോൾ അവരുടെ മനസ്സ് എങ്ങോട്ടെങ്കിലുമൊക്കെ ഓടി പോകും. മനസ്സിനെ ഒരിടത്ത് തറപ്പിച്ച് നിർത്തി സഹസ്രനാമം മുഴുവനും വായിച്ചു തീർക്കുന്നവർ 99% ഇല്ല. ഉണ്ടെങ്കിൽ അവർ ബുദ്ധനായി മാറി, അത് വേറൊരു സത്യം. അവർക്കപ്പം തന്നെ ജ്ഞാനോ ഉദയം ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു മനുഷ്യൻ്റെ
ഏറ്റവും വലിയ കുഴപ്പം ജീവിതത്തിൽ മറ്റ് അച്ഛൻ അമ്മ ബന്ധങ്ങളെല്ലാം മാറ്റി ഒന്നും ചിന്തിക്കാതെ ഭഗവാനിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. ദീപാരാധന സമയത്ത് നട എങ്ങോട്ട് അടച്ചിടും. അപ്പം അതിനകത്ത് എന്തോ നടക്കുന്നു എന്നൊരു തോന്നലുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഭഗവാന്റെ നാമമൊക്കെ ജപിക്കും. ചിലർ അലസരായി നിൽക്കും. പെട്ടെന്ന് ആ നട തുറക്കുമ്പോഴത്തേക്ക് എന്നും പറഞ്ഞ് മണിയും ശംഖുനാദവും ഒക്കെ വരുമ്പോഴത്തേക്ക് ഈ ദീപം ഇങ്ങനെ ഒഴിയുമ്പോഴത്തേക്ക് പിന്നെ ആ സമയത്ത് ഈ തൊഴുതുകൊണ്ട് നിൽക്കുന്നവർക്ക് ഭയങ്കര കോൺസെൻട്രേഷൻ കിട്ടും. അവരതിലേക്ക് തന്നെ ആ ദീപാരാധന തീരുന്നത് വരെ ഒരു മനുഷ്യനും മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഭഗവാനേ ഭഗവാനേ ഭഗവാനേ. ഇപ്പൊ കൃഷ്ണൻ്റെ അവിടെ ആണെങ്കിൽ നാരായണ നാരായണ നാരായണ, വേറൊന്നും ചിന്തിക്കുന്നില്ല. അപ്പം ചിന്തകൾ വഴിതെറ്റി പോകാതിരിക്കുന്നതിനു വേണ്ടിയാണ് ഈ മണിയടിയും അതേ കണക്ക് തന്നെ ഏതും നടത്തുന്നത്. ദീപാരാധനയുടെ പിന്നെ ലൈറ്റ് കൊണ്ടുള്ള ഒഴിയക്കവും അതേ കണക്ക് തന്നെ ശംഖുനാദവും ഒക്കെ വരുന്നത് അതുകൊണ്ട് മാത്രമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഇതിനാണ് ഞങ്ങൾ നട അടച്ചിട്ടിട്ട് എന്ത് ചെയ്യുന്നത്, ദീപാരാധന നടത്തുന്നത്. പിന്നെ അമ്പലത്തിൽ പോകുന്നതിലെ റീസണിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഒന്നും കൂടെ നിങ്ങൾ അറിയണം. എന്നോട് ആളുകൾ ചോദിക്കാറുണ്ട്, എന്തിനാണ് സാറേ അർച്ചനകൾ നടത്തുന്നത്? നമ്മൾ അവിടെ ചെന്നിട്ട് അർച്ചന നടത്തി കഴിഞ്ഞാൽ ഇതങ്ങ് ഭഗവാൻ കേൾക്കുമോ? ഭഗവാൻ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുകയാണോ? ഈ അർച്ചന കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ശ്രദ്ധിച്ചു കേൾക്കുക. ഈ അർച്ചന ഇപ്പം ഞാൻ ചെന്നൊരു അർച്ചന നടത്തുന്നത് എനിക്ക് വേണ്ടി തന്നെയാണ്. ശ്രദ്ധിച്ചു കേട്ടോണം. കൃത്യമായി അമ്പലത്തിൽ പോയി അർച്ചന നടത്തുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത്, മനോരോഗ വിദഗ്ധൻ്റെ അടുത്ത് പോകേണ്ടി വരില്ല. നമുക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ വരുമ്പോൾ നമുക്ക് ആരെങ്കിലും ഒരാളോട് ഇത് തുറന്ന് പറയണം. നമ്മുടെ പ്രശ്നങ്ങൾ തീർത്തു തരാൻ ഒരാളുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആത്മഹത്യയും ചെയ്യില്ല, മനോരോഗത്തിലേക്കും പോകില്ല. ഇപ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരാള്, അയാൾ ചെന്നിട്ട് ഉദ്യോഗവും കിട്ടുന്നില്ല, അമ്പലത്തിൽ ചെന്നിട്ട് അയാൾ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നു. ഈ പുഷ്പാഞ്ജലി നല്ലതുപോലെ അതിനകത്തിരുന്ന് പൂജാരി മന്ത്രം ചൊല്ലുകയോ ചൊല്ലാതിരിക്കുകയോ ഇത് ദൈവം കേൾക്കുകയോ കേൾക്കുന്നില്ലോ, ഇതല്ല പ്രശ്നം. ഇപ്പം എനിക്ക് ജോലിയില്ല, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ഞാൻ അവിടെ ചെന്ന് ഭാഗ്യസൂക്തം നടത്തുന്നതോടുകൂടി എൻ്റെ മനസ്സിൽ ഞാൻ ഈ പുഷ്പാഞ്ജലി നടത്തി, ഈ വഴിപാട് നടത്തി, എൻ്റെ ഭഗവാൻ കേൾക്കുന്നു, എൻ്റെ ബുദ്ധിമുട്ടിന് ഒരു മാറ്റം ഉണ്ടാക്കി തരും. അപ്പോൾ എൻ്റെ മനസ്സിലെ സ്ട്രെസ്, ടെൻഷൻ കുറഞ്ഞു കിട്ടും. മനുഷ്യൻ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒന്നാണ് ടെൻഷൻ, മാനസിക സംഘർഷം. അത് കുറയ്ക്കണമെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ വേണം. ഈശ്വര വിശ്വാസിയുടെ ഏറ്റവും വലിയ അനുഗ്രഹം അവനെ ഹെൽപ്പ് ചെയ്യാൻ ഈശ്വരനുണ്ട്. നിരീശ്വരവാദിയുടെ ഏറ്റവും വലിയ ശാപം അവനെ ഹെൽപ്പ് ചെയ്യാൻ അവൻ തന്നെത്താനെ തീരുമാനിച്ചോളണം. ഇത് നമുക്കൊരിതാണ്, മോടെ കല്യാണം നടക്കുന്നില്ല, അപ്പം നമ്മൾ എന്താ പറയുന്ന, മോടെ കല്യാണം നടക്കുന്നില്ല, അപ്പം നമ്മൾ ഉടനെ ചെന്ന് സ്വയംവരാർച്ചന നടത്തുന്നു. ഇതുകൊണ്ട് മോടെ കല്യാണം നടക്കുമോ ഇല്ലയോ അതൊക്കെ പിന്നത്തെ കാര്യം. പക്ഷേ ഈ സ്വയംവരാർച്ചന നടത്തുമ്പോൾ ആ അമ്മ അവിടുന്ന് തിരിച്ചു വരുമ്പോൾ, മകൾക്ക് വേണ്ടി സ്വയംവരാർച്ചന നടത്തി ആ അമ്മ തിരിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ ആ കല്യാണത്തിന് വേണ്ടി ശ്രമിക്കുന്ന പെണ്ണ് തിരിച്ചു വരുമ്പോൾ അവരുടെ മനസ്സിലൊരു ശുഭപ്രതീക്ഷയുണ്ട്. ഞാനിത് നടത്തിയിരിക്കുന്നു, നടക്കും, വിഷമിക്കണ്ട, സ്വയംവരാർച്ചന നടത്തിയല്ലോ. ഇതാണ് ഈ അർച്ചന കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം. പിന്നെ ഭഗവാൻ കേൾക്കുമോ ഇല്ലയോ അത് പിന്നത്തെ കാര്യമാണ്. ഒരു ഈശ്വര വിശ്വാസിക്ക് കേൾക്കും. കാരണം ഇവിടെ ഇരുന്നു കൊണ്ട് ഒരു ഫോണിനകത്തുനിന്ന് ഹലോ എന്ന് വിളിച്ചാൽ അമേരിക്കയിലിരിക്കുന്ന നിങ്ങളുടെ ബന്ധു, അമേരിക്കയിലെ കോടിക്കണക്കിന് ജനങ്ങൾ ആരും കേൾക്കാതെ ആ ശബ്ദം അമേരിക്കയിലിരിക്കുന്ന നിങ്ങളുടെ ബന്ധു തന്നെ കേൾക്കുന്നു. ഒരു വയറിലൂടെ അല്ല പറയുന്നത്, ഒരു ഫോണിലൂടെ പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന ആൾ കേൾക്കത്തക്ക വണ്ണം മനുഷ്യന് ശാസ്ത്രത്തെ പുരോഗമിപ്പിക്കാൻ പറ്റുമെങ്കിൽ മനുഷ്യനെ തന്നെ സൃഷ്ടിച്ച ദൈവത്തിന് അതിനും അപ്പുറമുള്ള കാര്യങ്ങൾ നടന്നിരിക്കും. അപ്പം നമ്മുടെ ഈ വിളി ഭഗവാൻ കേട്ടെന്നിരിക്കും. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ സർപ്പത്തെയൊക്കെ ആരാധിക്കുന്നത്? ശ്രദ്ധിച്ചു കേൾക്കുക. അതായത് ക്രിസ്ത്യൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട വചനമുണ്ട്.
നീ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. മനസ്സിലായ? നീ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. മറ്റുള്ളവരുടെ തെറ്റുകൾ ഞാൻ ക്ഷമിക്കുന്നത് പോലെ കർത്താവേ എൻ്റെ തെറ്റുകൾ അങ്ങും ക്ഷമിക്കണമേ. നമ്മളെ ദ്രോഹിക്കുന്നവനെ പോലും സ്നേഹിക്കാനാണ് ബൈബിൾ പറയുന്നത്. അങ്ങനെ ദ്രോഹിക്കുന്നവനെ പോലും സ്നേഹിക്കണമെങ്കിൽ വെറുതെ വാചകം വായിച്ചതുകൊണ്ടായില്ല. അതിനൊരു പ്രാക്ടിക്കൽ സൈഡ് വേണം. അത് പരിശീലനം നടത്തണം. ഒരാൾക്ക് ബൈക്ക് ഓടിക്കണമെങ്കിൽ ബൈക്ക് ഓടിക്കുന്നതിൻ്റെ തിയറി പറഞ്ഞു കൊടുത്തത് കൊണ്ട് ഓടിക്കില്ല. കയറി ഇരുന്ന് ഓടിക്കണം. പാമ്പ് ഭയങ്കര വിഷം വമിക്കുന്ന ഒന്നാണ്. നമ്മളെ കൊത്തിയാലും നമ്മൾ മരിച്ചു പോകും. ഒരുപക്ഷെ നമ്മുടെ അച്ഛൻ അപ്പൂപ്പന്മാർ ആരെങ്കിലുമൊക്കെ പാമ്പ് കൊത്തി മരിച്ചിട്ടുണ്ടാകാം. സ്വാഭാവികമായിട്ടും അത്രയും വിഷമുള്ള പാമ്പിനെ കാണുമ്പോൾ അടിച്ചു കൊല്ലാനാണ് തോന്നുന്നത്. ആ മനസ്സ് വരരുത്. നമ്മളെ ദ്രോഹിക്കുന്നവനെ പോലും സ്നേഹിക്കണം. ഉള്ളിൽ ഇരുട്ട വെളുക്ക വിഷം കൊണ്ട് നടക്കുന്നവനെ പോലും സ്നേഹിക്കണം. അവനെ പോലും കൈയെടുത്ത് തൊഴണം. കാരണം അത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഒന്നുകൂടി, പാമ്പ് ആവശ്യപ്പെട്ടിട്ടല്ല അതിൻ്റെ ദേഹത്ത് വിഷം വന്നത്. ആ വിഷം വെച്ചു കൊടുത്തതും ദൈവമാണ്. അല്ലാതെ വേറെ ആർക്ക്? ചെകുത്താൻ എന്നൊരാളുണ്ട്, അയാൾക്ക് ആ വിഷം കൊടുക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കത്തില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഈ ചെകുത്താനും ദൈവവും ഈക്വലായി മാറി. ഇപ്പൊ അർജന്റീന ബ്രസീൽ പോരാട്ടം നടക്കുന്നത് പോലെ ദൈവം വേഴ്സസ് ചെകുത്താൻ. ദൈവത്തിന് മുകളിൽ ആരും ഇല്ല. അതുകൊണ്ട് ചെകുത്താൻ എന്നും പറഞ്ഞൊന്നും ഇല്ല. പിന്നെ ചെകുത്താന്റെ ചിന്തകളാണ് നമുക്ക് ഉള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഉള്ളിൽ വിഷം വമിക്കുന്നവനെയും ഞങ്ങൾ രണ്ട് കൈയും എടുത്ത് തൊഴും, അവനെയും സ്നേഹിക്കും. എത്രയോ മുരുകഭക്തന്മാര്, എത്രയോ ശിവഭക്തന്മാര് വീട്ടിൽ പാമ്പുവനെ കണ്ടാൽ അടിച്ചു കൊല്ലാറില്ല. അതങ്ങ് പൊയ്ക്കോട്ടെന്ന് പറയുമല്ലോ. എൻ്റെ സ്റ്റുഡൻസ് തന്നെ, എനിക്കിപ്പോൾ ഞാൻ താമസിക്കുന്ന വീട്ടിൽ ഈ മുണ്ട് കഴുകുന്ന ഒരു കല്ലുണ്ട്. അത് നമ്മൾ കഴുകാറില്ല, ഇപ്പോൾ വാഷിംഗ് മെഷീനില്ല. അപ്പോൾ അതിൻ്റെ സൈഡ് ഒരു പൊളിഞ്ഞു കിടന്നു. അപ്പോൾ കുട്ടികൾ ആ സൈഡിൽ പോയിട്ട്, എൻ്റെ കുട്ടികളെന്ന് പറഞ്ഞാൽ മുതിർന്നവർ, അവർ വന്ന് പറഞ്ഞു, സാറേ അതിനകത്തൊരു പാമ്പിരിക്കുന്നു, കൊല്ലട്ടെ. ഞാൻ പറഞ്ഞെന്തിന്? അതതിൻ്റെ പാട്ടിന് കൊള്ളും, നിങ്ങളൊന്നും ചെയ്യണ്ട. ഈ ഒരു മനസ്ഥിതി എനിക്ക് വന്നത് ഞാൻ സർപ്പക്കാവിൽ ചെന്ന് രണ്ട് കൈയുമെടുത്ത് സർപ്പത്തെ തൊഴുകുന്നത് കൊണ്ടാണ്. അപ്പം ഞങ്ങൾ ഈ യക്ഷിയെയും ഭൂതത്തെയും എല്ലാം ആരാധിക്കും. കാരണം ഞങ്ങളെ ദ്രോഹിക്കുന്നവരെ സ്നേഹിക്കണം. ഇത് നിങ്ങളെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കാൻ എളുപ്പമില്ലേ? നിങ്ങളെ സഹായിക്കുന്നവനെ തിരിച്ച് സഹായിക്കാൻ എളുപ്പമില്ലേ? നമ്മളെ ദ്രോഹിക്കുന്നവനെ സ്നേഹിക്കുന്നിടത്താണ് വിജയം. അതാണ് യേശു പറഞ്ഞത്. അല്ല നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ അവനെ സ്നേഹിക്കുകയും ക്രിസ്ത്യാനികളെ മാത്രം സ്നേഹിക്കുകയും അതല്ല ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ മാത്രമല്ല കർത്താവ്, കരുണാമയനായ ജീസസ് ഉദ്ദേശിക്കുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള വൃക്ഷലതാദികളെയും പക്ഷി മൃഗങ്ങളെയും സകലതും നിന്റെ അയൽക്കാരനാണ്. അവരെ എല്ലാം സ്നേഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് കടന്നു വരാം. എന്താണ് ക്ഷേത്ര ദർശനത്തിൻ്റെ പൊരുളെന്ന് പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജന്മഭൂമി പത്രത്തിൽ ഞാനൊരു ഹെഡിങ്ങും ഒരു വാർത്തയും കണ്ടു. അതായത് ക്ഷേത്ര ദർശനത്തിൻ്റെ രസതന്ത്രം. അതേ ഹെഡിങ്ങാണ് ഞാൻ എടുത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഹിന്ദുക്കളെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ശരിക്കും ഈ ജന്മഭൂമി പത്രം തന്നെ നമ്മൾ വായിക്കണം. ആ ജന്മഭൂമി പത്രം ഹിന്ദുവിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം അതിനകത്ത് വന്നൊരു വാർത്തയാണ്. അതിനകത്ത് ഒരു അധ്യാപകനും നാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഭാരത് വിഭൂഷൺ അവാർഡും നേടിയിട്ടുള്ള അഭിലാഷ് ജി ആർ എന്ന് പറയുന്ന ഒരു മഹാനായ ഒരു മനുഷ്യൻ, അദ്ദേഹം അതിനകത്ത് ക്ഷേത്ര ദർശനത്തിൻ്റെ രസതന്ത്രം എന്ന പേരിൽ ഒരു ലേഖനം എഴുതിയിരുന്നു. ആ ഹെഡിങ് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഇങ്ങനെ ക്ഷേത്രത്തെക്കുറിച്ച് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, എന്തിന് ക്ഷേത്രത്തിൽ പോകുന്നു എന്നുള്ള ചിന്തകൾ, ഇതിനൊക്കെ ഒരു ഉത്തരം കൊടുക്കണമെന്ന് തോന്നി. അപ്പോൾ ഈ അഭിലാഷ് ജി നായർ ഉണ്ടല്ലോ, ആ അഭിലാഷ് ജി നായരല്ല, അഭിലാഷ് ജി ആർ. ഈ അഭിലാഷ് ജി ആർ അതിൻ്റെ ശാസ്ത്രീയ വശം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം അതിനകത്ത് വിവരിച്ച് തന്നിട്ടുണ്ട്. അതായത് അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ ദീർഘനേരം ധ്യാനത്തിൽ അങ്ങോട്ട് മുഴുകുക, എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക.
അങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അതേ കണക്ക് പ്രാർത്ഥിക്കുന്നു, അതേ കണക്ക് ക്ഷേത്രത്തിലെ വാദ്യമേളങ്ങൾ കേൾക്കുക, കർപ്പൂര ചന്ദനാദികളുടെ പുകകൾ നിങ്ങളെങ്ങനെ ശ്വസിക്കുക. കർപ്പൂരം ഒഴിഞ്ഞു കൊണ്ടുവരുമ്പോൾ നമ്മൾ തൊട്ടു തൊഴാൻ അടുത്ത് ചെല്ലുന്ന അതിനാണ്. ഇതൊക്കെ നിങ്ങളുടെ തലച്ചോറിൽ ആൽഫ തരംഗങ്ങൾ ഉണ്ടാക്കും. ഇത്രയുമാണ് അദ്ദേഹം എഴുതിയത്. ഇതൊക്കെ നമ്മുടെ തലച്ചോറിൽ ആൽഫ തരംഗങ്ങൾ ഉണ്ടാക്കും. അപ്പൊ നിങ്ങൾ സ്വസ്ഥമായിട്ട് അമ്പലത്തിൽ പോയി കുറേ നേരം ഇരുന്ന് ധ്യാനിക്കുകയോ ബിംബത്തിന്റെ മുമ്പിൽ നിന്ന് തൊഴുകയോ വാദ്യമേളങ്ങൾ കേൾക്കുകയോ കർപ്പൂര ചന്ദനാദികളുടെ പുക ശ്വസിക്കുകയോ ഒക്കെ ചെയ്താൽ തലച്ചോറിൽ ആൽഫ തരംഗങ്ങൾ ഉണ്ടാകും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവരോടും അല്ലാതെ ഗൂഗിളിലുമൊക്കെ ഈ ആൽഫ തരംഗങ്ങളുടെ പ്രത്യേകത എന്തെന്ന് ഞാൻ സെർച്ച് ചെയ്തു. അപ്പൊ ഇദ്ദേഹം ഇത്രയുമാണ് പറഞ്ഞത്. ജന്മഭൂമി പത്രത്തിൽ ആൽഫ തരംഗങ്ങൾ ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഈ ആൽഫ തരംഗങ്ങൾ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ പ്രയോജനം? അപ്പൊ ഞാൻ അറിവുള്ളവരോട് ചോദിച്ചു, ശാസ്ത്രീയം. പിന്നെ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്തു. അങ്ങനെ നിങ്ങളും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഈ ആൽഫ തരംഗങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു കേട്ടോളണം, എന്താണ് ആൽഫ തരംഗം? അതികഠിനമല്ലാത്ത ശാരീരിക അധ്വാനം ചെയ്യുമ്പോഴോ വലിയ കഠിനമല്ലാത്ത ശാരീരിക അധ്വാനം ചെയ്യുമ്പോഴോ, നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് ഇരുന്ന് ധ്യാനിക്കുന്നു, ഒരെണ്ണം വിളക്ക് കത്തിക്കുന്നു, ഒരു പാല് കാച്ചുന്നു, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴോ, ഓടുകയോ ചാടുകയോ, മനസ്സിലല്ലേ, ഓട്ടം ചാട്ടം, പിന്നെ കൊച്ചു കൊച്ചു കളികൾ, ഇതിലൊക്കെ ഏർപ്പെടുന്നു. നമ്മളെ കുട്ടികളൊക്കെ ക്രിക്കറ്റ് കളിക്കുന്നു, അങ്ങനെ കൊച്ചു കൊച്ചു കളികളിലൊക്കെ ഏർപ്പെടുമ്പോഴോ യോഗാസനം ചെയ്യുമ്പോഴോ നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന തരംഗങ്ങളാണ് ആൽഫ തരംഗം. ഇപ്പൊ നിങ്ങൾ കൊച്ചു കൊച്ചു കളികളിൽ ഏർപ്പെടുമ്പോൾ, ക്യാരംസ് കളിക്കുമ്പോൾ, ചെറിയ കൊച്ചു കുട്ടികളും വീട്ടിന് ചുറ്റും കിടന്ന് ഓടിക്കളിക്കുമ്പോൾ, അതിനാണ് ഓടിക്കളിക്കട്ടെന്ന് പറയുന്നത്. ഭഗവാന്റെ മുമ്പിൽ നിന്ന് ധ്യാനിക്കുമ്പോൾ, അമ്പലത്തിൽ ചെന്ന് ഭഗവാന്റെ പ്രതിമയുടെ മുമ്പിൽ കുറേ നേരം സ്വസ്ഥമായിരുന്ന് ധ്യാനിക്കുമ്പോൾ, അല്ലെങ്കിൽ രണ്ട് കൈയും കൂപ്പി തൊഴുമ്പോൾ, നിങ്ങൾ യോഗ ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ തലച്ചോറിൽ ഉണ്ടാകുന്നതാണ് ആൽഫ തരംഗം. ഈ ആൽഫ തരംഗം കൊണ്ട് നമുക്ക് എന്തൊക്കെ പ്രയോജനങ്ങളാണ് ഉണ്ടാകുന്നത്? അത് സെർച്ച് ചെയ്തപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. ആൽഫ തരംഗങ്ങൾ ഒന്ന്, നമ്മുടെ മനസ്സിൽ ശാന്തി നിറയാൻ സഹായിക്കും. നമ്മുടെ മനസ്സ് എപ്പോഴും അങ്ങ് അശാന്തിയിൽ നിറഞ്ഞിരിക്കുകയാണ്. ഈ ആൽഫ തരംഗങ്ങൾക്ക് മനസ്സിനെ ശാന്തിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതേ കണക്ക് നമ്മുടെ മനസ്സിൽ ഉത്കണ്ഠ ഉണ്ടെങ്കിൽ ആ ഉത്കണ്ഠ ഇല്ലാതാക്കാൻ പറ്റും, നമ്മൾ റിലാക്സ് ആക്കാൻ പറ്റും. ടെൻഷൻ കളയാൻ ഏറ്റവും നല്ല മാർഗമാണ് ആൽഫ തരംഗങ്ങളെ തലച്ചോറിൽ ഉത്പാദിപ്പിക്കുക എന്നത്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഗുരുവായൂരപ്പനെ കാണാൻ ക്യൂ നിൽക്കുന്ന അവസരത്തിൽ വലിഞ്ഞു മുറുകിയ മുഖവും വല്ലാത്ത ടെൻഷനും, ചൊവ്വേ നേരെ നാരായണ എന്ന് പോലും ജപിക്കാൻ കഴിയാത്ത മനുഷ്യർ നമ്മുടെ കൂടെ ക്യൂ നിൽക്കുന്നത് നമുക്ക് കാണാം. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവരവിടെ ചെന്നിട്ട് കൃഷ്ണന്റെ അടുക്കൽ എത്തുമ്പോഴേക്കും ഇവരങ്ങ് കരയുകയാണ്. എൻ്റെ കൃഷ്ണാന്നും പറഞ്ഞ് ഇവരങ്ങ് കരയുകയാണ്. ഇവരവിടുന്ന് പുറത്തു വരുമ്പോഴുള്ള ഇവരുടെ മുഖഭാവം ഞാൻ കണ്ടിട്ടുണ്ട്. അതവരെന്താണ്, വളരെ ശാന്തമാണ്, വളരെ റിലാക്സ് ആയി മാറി. പിന്നെ നമ്മൾ ഏത് ജോലി ചെയ്താലും അതിനകത്ത് കൂടുതൽ ശ്രദ്ധ ചെലുത്താനായിട്ട് ആർക്ക് കഴിയും? നമുക്ക് കഴിയും. ഈ ആൽഫ തരംഗങ്ങൾ ഉണ്ടായാൽ. ആർക്കെങ്കിലും ഡിപ്രഷൻ ഉണ്ടെങ്കിൽ ആ ഡിപ്രഷൻ ഇല്ലാതാക്കാൻ ഏതിന് കഴിവുണ്ട്? ഈ ആൽഫ തരംഗങ്ങൾക്ക് കഴിവുണ്ട്. ഇനി അപ്പൊ നമ്മൾ ഡിപ്രഷൻ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. നിങ്ങൾ ഏത് കാര്യം ചെയ്താലും ഭയങ്കര ശ്രദ്ധ ചെലുത്തി ചെയ്യാൻ പറ്റും. പല പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള കഴിവും പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാകാനുള്ള കഴിവും ഈ തലച്ചോറിനകത്ത് ആൽഫ തരംഗങ്ങൾ വന്നാൽ നിങ്ങൾക്കുണ്ടാകും. നിങ്ങളിലെ സാഹിത്യ കലാവാസനകള് തലച്ചോറിൽ ഇങ്ങനെ നിരന്തരം ആൽഫ തരംഗങ്ങളെ ഉൽപ്പാദിപ്പിച്ചാൽ ഉണ്ടാകുന്നതാണ്. നിങ്ങൾ പലപ്പോഴും ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുന്നില്ലേ?
ഈ തലച്ചോറിനകത്ത് ആൽഫാ തരംഗങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കം മാത്രമല്ല, നിങ്ങൾക്ക് നല്ല ഓർമ്മശക്തിയും കിട്ടുന്നതാണ്. ഈ ആൽഫാ തരംഗങ്ങൾ എങ്ങനെ ഉണ്ടാകാം? അമ്പലത്തിൽ ചെന്ന് നിങ്ങൾ ഭഗവാനെ തൊഴുക, ഭഗവാനെ തൊഴുതിട്ട് ഗുരുവായൂർ പോലുള്ള അമ്പലത്തിൽ ഭഗവാനെ തൊഴുതിട്ട് അവിടുന്ന് മാറി ആ 4 അമ്പലത്തിനകത്ത് തന്നെ തിട്ട കെട്ടിയിട്ടിട്ടുണ്ട്, അവിടെ ഇരുന്ന് കുറേ നേരം ഭഗവാനെ ധ്യാനിക്കുക. സാധാരണ അമ്പലങ്ങളാണ്, തിരക്ക് കുറവുണ്ടെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ നിന്ന് കുറേ നേരം പൂജിക്കുക, എന്നിട്ട് അവിടുത്തെ മണ്ഡപത്തിൽ കയറിയിരുന്ന് ധ്യാനിക്കുക. ഭഗവാനെ അങ്ങനെ ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിനകത്ത് ഏതുണ്ടാകും? ആൽഫാ തരംഗങ്ങൾ. അതുപോലെ ആൽഫാ തരംഗം ഉണ്ടാകും. അതുകൊണ്ടാണ് നൃത്തം ചവിട്ടി ചെയ്യാൻ പറയുന്നത്. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. കൃഷ്ണൻ നൃത്തം ചവിട്ടിയിട്ടാണ് അത് ചെയ്യാൻ പറയുന്നത്. ഇതാണ് കാരണമെന്ന് നമുക്കൊക്കെ ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ശാസ്ത്രം അതൊക്കെ ഇപ്പോഴാണ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ അമ്പലത്തിൽ പോകുന്നതോടുകൂടി, ആത്മാർത്ഥമായി അവിടെ നിന്ന് തൊഴുന്നതോടുകൂടി ആ വ്യക്തിയുടെ ശിരസിൽ ആൽഫാ തരംഗങ്ങൾ ഉണ്ടാവുകയും ടെൻഷൻ മാറുകയും ചെയ്യും. ഇത് ഏത് നിരീശ്വരവാദിക്കും പരിശോധിക്കാം. വലിഞ്ഞു മുറുകിയ മുഖവുമായി നിൽക്കുന്നവര് ഭഗവാനെ തൊഴുത് തിരിച്ചു വരുമ്പോൾ റിലാക്സ് ആയി വരുന്നത് കാണാം. പിന്നെ അമ്പലത്തിലെ മേളങ്ങള്, വാദ്യഘോഷങ്ങള്, ഇത് ചെവികളിലൂടെ ലഭിക്കുന്ന മ്യൂസിക് തെറാപ്പിയാണ്. വലിയ മാരക രോഗങ്ങൾ വരെ മ്യൂസിക് തെറാപ്പി കൊണ്ട് മാറ്റാൻ പറ്റുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇല്ലേ? അങ്ങനെ മ്യൂസിക് തെറാപ്പി കൊണ്ട് മാറ്റുന്ന ഒരു സിനിമ തന്നെ നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ മനോജ് കെ ജയനൊക്കെ കുട്ടൻ തമ്പുരാനായിട്ട് അഭിനയിച്ച ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, അത് സർഗം എന്നാണെന്ന് തോന്നുന്നു ആ സിനിമയുടെ പേരില്ലേ. ആ പാട്ടും എനിക്ക് ഓർമ്മയുണ്ട്. കൃഷ്ണകൃപാസാഗരം കൃഷ്ണകൃപാസാഗരം ഗുരുവായൂർപുരം ജനിമോക്ഷകരം ഗുരുവായൂർപുരം ജനിമോക്ഷകരം കൃഷ്ണകൃപാസാഗരം കൃഷ്ണകൃപാസാഗരം. അപ്പോൾ ഇന്ന് പല ഹോസ്പിറ്റലുകളിലും ഏതുണ്ട്? ഈ മ്യൂസിക്കൽ തെറാപ്പി എന്ന് പറയുന്നത് ഉണ്ട്. അതാണ് നമ്മുടെ ചെണ്ടമേളം, വാദ്യമേളം, പഞ്ചാരി മേളം എന്നൊക്കെ പറയുന്നത്. അതേ കണക്ക് നമ്മുടെ ശ്രീകോവിലില് ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ ശ്രീകോവിലിന് ചുറ്റും ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നാൽ ആ കോവിലിന് ചുറ്റും ഏതുണ്ട്? എണ്ണ വിളക്ക് കത്തിക്കും. അതിന് നമുക്ക് പ്രത്യേക നേർച്ചയുണ്ട്. അപ്പൊ ശ്രീകോവിലിന് ചുറ്റുമുള്ള എണ്ണ വിളക്കുകള്, അകത്ത വിളക്കുകള്, അതേ കണക്ക് അതിൻ്റെ വെളിച്ചത്തിൽ തിളങ്ങുന്ന വിഗ്രഹം, പിന്നെ നമുക്ക് ചുറ്റുവിളക്ക്, ഇതൊക്കെ കണ്ണിലൂടെയുള്ള ലൈറ്റ് തെറാപ്പിയാണ്. ഇത് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ, ജന്മഭൂമിയിൽ അദ്ദേഹം പറഞ്ഞതാണ്, അഭിലാഷ് ജിആർ പറഞ്ഞതാണ് ജന്മഭൂമിയിലെ. ഇതിങ്ങനെയാണ്. അത് ഏതാണ്? ലൈറ്റ് തെറാപ്പിയാണത്. അപ്പൊ ശ്രീകോവിലിലെ എണ്ണവിളക്കുകളും തിളങ്ങുന്ന വിഗ്രഹങ്ങളും ചുറ്റുവിളക്കും അത് കണ്ണിലൂടെയുള്ള ലൈറ്റ് തെറാപ്പിയാണ്. അതേ കണക്ക് നമ്മുടെ ക്ഷേത്രത്തിലെ ചന്ദനം, കർപ്പൂരം, അതേ കണക്ക് നിരവധി സുഗന്ധ വസ്തുക്കള്, പൂക്കള്, ഇതൊക്കെ മൂക്കിലൂടെയുള്ള ആരോമ തെറാപ്പിയാണ്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ക്ഷേത്രത്തിലെ ചന്ദനം കത്തിച്ചു വച്ചിരിക്കുന്ന പുക ശ്വസിക്കുന്നു, ചന്ദനത്തിരി, ചന്ദനത്തിൻ്റെ ഗന്ധം, പിന്നെ പൂക്കളുടെ സുഗന്ധങ്ങള്, ഇതൊക്കെ മൂക്കിലൂടെയുള്ള ആരോമ തെറാപ്പിയാണ്. അങ്ങനെ ചന്ദനം, കുങ്കുമം, ഭസ്മം ഇവ നമ്മളെടുത്ത് ദേഹത്ത് തൊടാറുണ്ട്, ചന്ദനമെടുത്ത് നെറ്റിയിൽ തൊടാറുണ്ട്. അപ്പൊ ഈ ചന്ദനം, കുങ്കുമം, ഭസ്മം എന്നിവ നമ്മുടെ ത്വക്കിൽ കൂടിയും നമുക്ക് തരുന്ന പ്രസാദം, അരവണ, അപ്പം, പഞ്ചാമൃതം, ഇതൊക്കെ നാക്കിലൂടെയും മനുഷ്യനെ ഉദ്ദീപിപ്പിക്കുന്നു, സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതൊരു മറ്റൊരു തെറാപ്പിയാണത്, അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ചന്ദനമൊക്കെ എടുത്ത് നമ്മൾ നെറ്റിയിൽ തൊടുകയാണ്. നല്ല കടുത്ത പനിയുള്ളപ്പോൾ നിങ്ങൾ ചന്ദനം എടുത്തങ്ങ് പൂശിയേ, അസാധാരണമായ തണുപ്പാണ്. അങ്ങനെ ത്വക്കിനെയും
അതേ കണക്ക് തന്നെ അപ്പം, അരവണ ഇതൊക്കെ നാവിനെയും ഉദ്ദീപിപ്പിക്കുന്നു. ഇതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് പഞ്ചാമൃതം. പഞ്ചാമൃതം ശരിക്കും ഒരു ടോണിക്കാണ്. ഇപ്പൊ തമിഴ്നാട്ടിലാണെങ്കിൽ നെയ്യ്, വാഴപ്പഴം, തേന്, ശർക്കര, ഏലം എന്നിവയുടെ മിശ്രിതമാണ് പഞ്ചാമൃതം എന്ന് പറയുന്നത്. എന്തൊക്കെ ഉണ്ടെന്ന് നോക്ക്. നെയ്യുണ്ട്, വാഴപ്പഴമുണ്ട്, തേനുണ്ട്. ഇത് മൂന്നുമായപ്പോൾ തന്നെ ആലോചിച്ച് നോക്കേ, ഔഷധങ്ങളുടെ രാജാവായി മാറി. പിന്നെ ശർക്കരയുണ്ട്, ഏലമുണ്ട്, പിന്നെ നമുക്ക് എന്തുമാകാം, പാല്, തൈര്, പല സ്ഥലങ്ങളിൽ പ്രാദേശിക ഭേദമനുസരിച്ച് പലതും ചേർക്കും. പാല്, തൈര്, ശർക്കര, അല്ലെങ്കിൽ ചിലർ കൽക്കണ്ടം, തേന്, നെയ്യ്, ഇത് കൂടാതെ വാഴപ്പഴം. പിന്നെ കേരളത്തിൽ പലപ്പോഴും വാഴപ്പഴം കൂടാതെ ഇളം തേങ്ങ, ഈത്തപ്പഴം, മുന്തിരി, ചിലയിടത്ത് ആപ്പിൾ ഇടാറുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യം 5 പ്രധാനമായിട്ടും ഉണ്ടായിരിക്കണം. അതാണ് ഈ നെയ്യ്, വാഴപ്പഴം, തേന്, ശർക്കര, ഏലം. അഡീഷണലായിട്ട് എന്തും ചേർക്കാം നിങ്ങൾക്ക്. അപ്പം നല്ല അതിമനോഹരമായിട്ട് മുന്തിരി, ആപ്പിള് പലയിടത്തും നമ്മൾ തിന്നുമ്പം ശർക്കരയുണ്ട്, വാഴപ്പഴമുണ്ട്, മുന്തിരിയുണ്ട്, ആപ്പിളുണ്ട്. വൈറ്റമിൻ്റെ കേന്ദ്രമല്ലേ. ദിവസേന പോയി ഈ പഞ്ചാമൃതം കഴിച്ചു കഴിഞ്ഞാൽ അതൊരു ടോണിക്കായിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കും. ഇങ്ങനെ നമ്മുടെ കണ്ണ്, ചെവി, നാക്ക്, നമ്മുടെ മൂക്ക്, ത്വക്ക് എന്നിങ്ങനെ 5 ജ്ഞാനേന്ദ്രിയങ്ങളെ ആക്റ്റീവാക്കുന്ന, ഉത്തേജിപ്പിക്കുന്ന പ്രക്രിയയാണ് ക്ഷേത്രദർശനം എന്നറിയുക. മനസ്സിലായില്ലേ? നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴേക്കും നമ്മുടെ കണ്ണ്, അതിനാണ് ചുറ്റുവിളക്ക്, ലൈറ്റ് തെറാപ്പി. നമ്മുടെ ചെവി, അതിനാണ് പഞ്ചാരി മേളവും, നമ്മൾ പിന്നെ നട ദീപാരാധന സമയത്തും ചെണ്ടമേളവും ശംഖുനാദവും മണിയടിയും. ഇതൊക്കെ ഏതാണ്? നമ്മുടെ മ്യൂസിക് തെറാപ്പിയാണ്. പിന്നെ നാവ്, പഞ്ചാമൃതവും മറ്റ് അപ്പം, അരവണ, അമ്പലത്തിലെ പ്രസാദം, ഇത് നാവിനെയും ചന്ദനമൊക്കെ തൊടുമ്പം ത്വക്ക്, അങ്ങനെ 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും ഉത്തേജിപ്പിക്കുന്ന പ്രക്രിയയാണ് ക്ഷേത്രദർശനം. ഇതുവഴി ജ്ഞാനേന്ദ്രിയങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് വഴി പഞ്ചേന്ദ്രിയങ്ങളെ നമുക്ക് ഉത്തേജിപ്പിക്കുന്നതിനും, അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും അങ്ങോട്ട് സ്റ്റിമുലേറ്റ് ആയാൽ, ഉത്തേജിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമചിത്തത പുലർത്താൻ കഴിയും. അതായത് ദുഃഖം വരുമ്പോൾ ദുഃഖമില്ല, സുഖം വരുമ്പോൾ അതുമില്ല, ദുഃഖവും സുഖവും ഒന്നായി കാണുന്നവൻ സ്ഥിതപ്രജ്ഞൻ എന്ന് നമ്മളെ ഭഗവത്ഗീതയിൽ വിശേഷിക്കുന്ന അവസ്ഥയിലെത്താം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ദുഃഖിക്കുന്ന കാര്യം വന്നാൽ ദുഃഖിക്കുന്നതുമില്ല, സന്തോഷിക്കുന്ന കാര്യം വന്നാൽ അതുമില്ല. സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിക നാരായണ ജയ. അതുകൊണ്ട് ദുഃഖത്തെയും ഗൗനിക്കത്തില്ല, സുഖത്തെയും ഗൗനിക്കുന്നില്ല. അങ്ങനെയുള്ള ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന സ്ഥിതപ്രജ്ഞന്റെ അവസ്ഥയിൽ എത്തണമെങ്കിൽ ജ്ഞാനേന്ദ്രിയങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ഉത്തേജിപ്പിക്കപ്പെടണം. അപ്പൊ അമ്പലത്തിലുള്ള പിന്നെ ഏതാണ് പഞ്ചാരിവാദ്യവും ചെണ്ടമേളവും പിന്നെ ചന്ദന കുങ്കുമാദികളും അതേ കണക്ക് തന്നെ അവിടുത്തെ ചുറ്റുവിളക്കുകളും ചന്ദനമൊക്കെ എടുത്ത് ദേഹത്തിടുന്നു, ത്വക്കിലിടുന്നു. ഇത് ജ്ഞാനേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയം ഉത്തേജിപ്പിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പഞ്ചേന്ദ്രിയങ്ങളും ഉത്തേജിപ്പിക്കുകയും അങ്ങനെ സമചിത്തത പുലർത്താനുമാണ് ചെയ്യുന്നത്. അപ്പൊ ക്ഷേത്രത്തിൽ നിങ്ങൾ എന്തിനാ പോകേണ്ടതെന്ന് മനസ്സിലായില്ലേ? ഇതിനാണ് ഞങ്ങൾ ഹിന്ദുക്കൾ എവിടെ പോകുന്നത്? ക്ഷേത്രത്തിൽ പോകുന്നത്. പിന്നെ ചിലർ പറയും കല്ലിനെ പൂജിക്കുന്നെന്ന്. സഹോദര അല്ലെങ്കിൽ സഹോദരി, ഞങ്ങൾ കല്ലിനെ അല്ല പൂജിക്കുന്നത്, കല്ലിൽ പോലും ദൈവത്തെ കണ്ട് പൂജിക്കുകയാണ്. അതാണ് ഹിന്ദു, അതാണ് ഹിന്ദു. മനസ്സിലായില്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കല്ലിനെ അല്ല പൂജിക്കുന്നത്, കല്ലിൽ പോലും ദൈവത്തെ കാണുന്നു. ഞങ്ങൾ പറയും തൂണിലും തുരുമ്പിലും ദൈവമുണ്ട്. എന്നാ നിന്റെ ദൈവം രക്ഷിക്കട്ടെ എന്നും പറഞ്ഞല്ലേ ആ തൂണ് വെട്ടിയപ്പോഴല്ലേ നരസിംഹാവതാരം വരുന്നത്.
അപ്പൊ ഞങ്ങൾ ആലോചിക്കുക, ഞങ്ങൾ കല്ലിനെ അല്ല പൂജിക്കുന്നത്, കല്ലിൽ പോലും ഭഗവാനെ കാണുന്നു. കാരണം ഭഗവാന്റെ സ്പർശമില്ലാത്തതായിട്ട് ഈ പ്രപഞ്ചത്തില് യാതൊന്നും തന്നെ ഇല്ല. അങ്ങനെ കല്ലിൽ പോലും ദൈവത്തെ കണ്ട് അതിനെ പൂജിക്കുകയാണ് ആര് ചെയ്യുന്നത്? ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ നദികളെ പൂജിക്കുന്നു, പർവ്വതത്തെ പൂജിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. അതെ, ഞങ്ങൾ നദികളെ അമ്മ എന്ന് വിളിക്കും. കാരണം എന്തുകൊണ്ട്? അമ്മയാണ് നമുക്ക് പാലൂട്ടി ഒരു കുഞ്ഞിന് ജീവൻ നൽകുന്നത്. ഈ നദികളില്ല എങ്കിലൊന്ന് ആലോചിച്ചു നോക്കെ. നദികളില്ലെങ്കിൽ പിന്നെ സസ്യജാലങ്ങൾ എങ്ങനെ വളരും? ഇവിടെ മഴ എങ്ങനെ ഉണ്ടാകും? നദികളിലെയും സമുദ്രങ്ങളിലെയും ജലം ആവിയായി പോയല്ലേ തിരിച്ചു വരുന്നത്. അപ്പൊ ഈ പ്രപഞ്ചം നശിക്കും. അപ്പൊ പ്രപഞ്ചത്തെയും നമ്മുടെ ജീവനെയും നിലനിർത്തുന്നത് നിങ്ങളുടെ വീട്ടിൽ പാചകം ചെയ്തു തരുന്ന ആഹാരം മാത്രമല്ല. ഹേ നിരീശ്വരവാദി, ഇവർക്കൊക്കെ ജലം ലഭിക്കണം, സസ്യങ്ങൾ ലഭിക്കണം, സസ്യങ്ങൾക്ക് ഭക്ഷണം പിന്നെ പാകം ചെയ്യണം. ഇതൊക്കെ നിങ്ങൾ ചെറു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതല്ലേ. ഈ നദി എവിടെ നിന്ന് വരുന്നു? പർവ്വതത്തിൽ നിന്ന് വരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പർവ്വതത്തെ പിതാവായും നദിയെ മാതാവായും കാണുന്നത്. പിന്നെ ലിംഗത്തെയും യോനിയെയും ഒക്കെ ആരാധിക്കുന്നു. ശിവലിംഗം, യോനിക്ക് വേണ്ടി പ്രത്യേക ക്ഷേത്രങ്ങൾ തന്നെയുണ്ട്. യോനിയെ നമ്മൾ ദൈവമായി കണ്ട് ആരാധിക്കുന്നു. അതിനെക്കുറിച്ച് ചോദിക്കും. അപ്പോൾ ഇതാണ് പറയേണ്ടത്. ആ ലിംഗത്തെയും യോനിയെയും ദൈവമായി കണ്ട് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ശാരീരിക ബന്ധം അത്രമേൽ പരിപാവനമായി കാണാത്തതിൻ്റെ കുഴപ്പമാണ് ഈ റേപ്പുകൾ. ലിംഗത്തെയും യോനിയെയും പരമപവിത്രമായി കാണാതെ വെറും കാമതൃപ്തിക്ക് വേണ്ടി കാണുന്നത് കൊണ്ടാണ് ഇന്ന് റേപ്പ് ഉണ്ടാകുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രണയത്തിൻ്റെ തീഷ്ണതയിൽ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നതിന് വേണ്ടി സൽസന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കണേ ഭഗവാനെ, അതിനനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് ഒരു പുണ്യകർമ്മം ചെയ്യുകയാണ് ആ ലിംഗം കൊണ്ട്, ആ യോനി കൊണ്ട്. അതുകൊണ്ട് ഈ പ്രപഞ്ചം ഇന്ന് നിലനിൽക്കുന്നത് ലിംഗവും യോനിയും സംയോജിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മളതിനെ കൈയെടുത്ത് തൊഴുകുന്നത്. മക്കളില്ലാത്തവർ വിഷമിക്കുന്ന കണ്ടിട്ടില്ലേ? എന്താണ് അതിൻ്റെ പ്രശ്നം? നമുക്ക് സന്തതികൾ വന്ന് നമ്മുടെ തലമുറ നിലനിർത്തണമെന്ന് നമുക്കൊരു ആഗ്രഹമുണ്ട്. അതിന് സഹായിക്കുന്ന ആളിന് നമ്മൾ കൈയെടുത്ത് തൊഴുകത്തില്ലേ? ഒരു കുഞ്ഞു ഉപകാരം ചെയ്താൽ പോലും നമ്മൾ കൈയെടുത്ത് തൊഴത്തില്ലേ? ഒരാളൊരു വഴി പറഞ്ഞു തന്നാൽ പോലും നമ്മൾ താങ്ക്സ് പറയത്തില്ലേ? അപ്പോൾ പ്രപഞ്ചം നിലനിർത്തുന്നതിന് വേണ്ടി സഹായിക്കുന്ന ലിംഗത്തിനും യോനിക്കും ഞങ്ങൾ തൊഴുതോളാം. മറ്റുള്ളവരോട് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു താങ്ക്സ് എങ്കിലും പറഞ്ഞുകളാ, അത്രയേ ഉള്ളൂ. ഹിന്ദു എന്ത് ചെയ്താലും അതിന് കാരണം ഉണ്ടാകും. അതാദ്യം മനസ്സിലാക്കുക. ഞങ്ങളുടെ ദൈവങ്ങൾ മിത്താണോ അല്ലയോ എന്നുള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ. നിങ്ങൾ അതിനകത്ത് വ്യാകുലപ്പെടേണ്ട, മറ്റുള്ളവർ വ്യാകുലപ്പെടേണ്ട. ഞങ്ങളുടെ ഗണപതി മിത്താണോ അല്ലാത്തത് മിത്താണോ? ഞങ്ങൾക്കതൊക്കെ ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ശങ്കരാചാര്യ സ്വാമികളെക്കാൾ വലുതല്ലല്ലോ ഈ മിത്താണ് ഗണപതി എന്നൊക്കെ പറയുന്ന കക്ഷികൾ. പിന്നെ അങ്ങ് പോയപ്പം സുനിതാ വില്യംസിന്റെ കയ്യിൽ ഏതാ ഉണ്ടായിരുന്നത്? ഗണപതി ഉണ്ടായിരുന്നത്. ആലോചിക്കുക. ശാസ്ത്രത്തെ കീഴടക്കി എന്ന് പറഞ്ഞ് ബഹിരാകാശത്ത് പോയ സുനിതയ്ക്ക് അത്രയും നാള് ശാസ്ത്രം നിസ്സഹായനായിരുന്ന അവസരത്തിൽ മനോധൈര്യം നൽകിയത് വേദങ്ങളും ഉപനിഷത്തുകളും ഒരു കുഞ്ഞ് ഗണപതിയുടെ വിഗ്രഹവുമാണ്. ഗണപതി മിത്താണെന്ന് പറഞ്ഞവർ അതൊന്ന് കേൾക്കണേ. ഈ ശാസ്ത്രജ്ഞ ബഹിരാകാശത്ത് പോയപ്പം കൂടെ കൊണ്ടുപോയതാണ്. ശാസ്ത്ര സാധനങ്ങളുടെ കൂടെ സുനിതാ വില്യംസ് ബഹിരാകാശത്ത് പോയപ്പോൾ ഗണപതിയെ കൊണ്ടുപോയി. കാരണം ശാസ്ത്രത്തിന് മനഃശാന്തി തരാൻ പറ്റില്ല. ശരീരത്തിൻ്റെ ബോഡിയുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അവിടെ പോകും ഇവിടെ പോകും, രാത്രി AC, അത് ഇത് ശസ്ത്രക്രിയ, ബോഡി, മനസ്സിനിത് വേണം. അപ്പൊ സുനിതാ വില്യംസിന് പോലും അത്രയും നാട് പിടിച്ചു നിൽക്കാൻ പറ്റിയത് ഗണപതി വിഗ്രഹത്തിന്റെ സഹായം, വേദങ്ങളുടെ സഹായം, ഉപനിഷത്ത്, ഭഗവത്ഗീതയുടെ സഹായമാണ്. അതുകൊണ്ട് ഹിന്ദുക്കളെ പൊയ്ക്കൊള്ളൂ ക്ഷേത്രത്തിലേക്ക്, പൊയ്ക്കൊള്ളൂ ക്ഷേത്രത്തിലേക്ക്, ഗുരുവായൂരിലേക്ക്, മൂകാംബികയിലേക്ക് ഒഴുകിപ്പോകൂ, കൈലാസത്തിലേക്ക്, കാഞ്ചീപുരത്തിലേക്ക്, മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്ക്, നിങ്ങളുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലേക്ക് പൊയ്ക്കൊള്ളുവിൻ, പൊയ്ക്കൊള്ളുവിൻ, കൂട്ടത്തോടെ ക്ഷേത്രങ്ങളിലേക്ക് പൊയ്ക്കൊള്ളുവിൻ. രാധേ രാധേ, ഓ
രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.